വാർത്താമഴ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. PV അൻവറിന്റെ ആരോപണങ്ങളിൽ വിശ്വസ്തർക്ക് സംരക്ഷണം തീർക്കുന്നു മുഖ്യമന്ത്രി. പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും ADGPയെയും സംരക്ഷിച്ച മുഖ്യമന്ത്രി P. ശശിയുടേത് മാതൃകാപരമായ പ്രവർത്തനമാണെന്ന് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എന്നാൽ P. ശശി സ്വർണ്ണക്കടത്തിന്റെ പങ്ക് പറ്റുന്നുവെന്ന ഗുരുതര ആരോപണമാണ് PV അൻവർ ഉന്നയിച്ചത്. അദ്ദേഹം CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. പാർട്ടി നിയോഗിച്ച് എൻ്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിൻ്റെ പക്കലില്ല. ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോട് തള്ളിക്കളയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമില്ല. ഈ ശശിയുടെ പ്രവർത്തനം മാതൃകാപരമാണ് എന്ന് ബഹുമാനപ്പെട്ട CM പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്. എനിക്ക് വിശ്വാസമില്ല. ഞാൻ P. ശശിക്കെതിരെ രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രം അതുവരെ ഉന്നയിച്ചത്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു, ഈ കള്ളക്കടത്ത് സംഘത്തിൽ നിന്ന് ഒരു പങ്ക് പോലും ശശി പറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. പോലീസിനെ സ്വർണ്ണക്കടത്തുമായി ബന്ധിപ്പിച്ച ആരോപണത്തെയും മുഖ്യമന്ത്രി തള്ളി. ഇത്തരം ആരോപണങ്ങൾ മൂലം രക്ഷപ്പെടുന്നത് സ്വർണ്ണക്കടത്ത് പ്രതികളാണെന്നും പോലീസിന്റെ ആത്മവീര്യം തകർക്കുന്ന നടപടി പാടില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം സ്വർണ്ണക്കടത്ത് കേസ് കൈകാര്യം ചെയ്യേണ്ടത് പോലീസല്ല, കസ്റ്റംസ് ആണ് എന്നായിരുന്നു അൻവറിന്റെ മറുപടി. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം, ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടവരെ ന്യായീകരിച്ച് പോലീസിനെ നിർവീര്യമാക്കി സ്വർണം കടത്ത് നിർബാധമായി നടത്തണം എന്ന ആഗ്രഹം സ്വർണ്ണക്കടത്തുകാർക്കുണ്ടാവും. അതിന് നമുക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം. എങ്ങനെ പോലീസ് പിടിക്കുന്നത്? പോലീസിനൊരു ഇൻഫർമേഷൻ വരുന്നു, ഇങ്ങനെ ഒരാൾ സ്വർണവുമായിട്ട് വരുന്നുണ്ട്. ഇന്ത്യയിലെ നിയമമനുസരിച്ച്, രാജ്യം അനുശാസിക്കുന്ന നിയമമനുസരിച്ച് ഇമ്മീഡിയറ്റ്ലി ദേ ഷുഡ് ഇൻഫോം ദ എയർപോർട്ട് കസ്റ്റംസ് ആൻഡ് പ്രിവെന്റീവ്. ഇമ്മീഡിയറ്റ്ലി അങ്ങനെയാണ് നിയമം പറയുന്നത്. കാരണം ഇത് പിടിക്കേണ്ടത് ആരാ? പിടിക്കേണ്ടത് കസ്റ്റംസ് ആണ്. PV അൻവർ കോൺഗ്രസ് പശ്ചാത്തലമുള്ളയാളാണെന്ന് മുഖ്യമന്ത്രി. പാർട്ടിയോട് പറയാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്തുകൊണ്ട് അൻവർ ആരോപണം ഉന്നയിച്ചു എന്ന ചോദ്യത്തിനാണ് കോൺഗ്രസ് പശ്ചാത്തലം ചൂണ്ടിക്കാട്ടിയുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി. എന്നാൽ EMSഉം കോൺഗ്രസിൽ നിന്ന് വന്നയാളാണെന്ന് PV അൻവർ തിരിച്ചടിച്ചു. അൻവറിൻ്റെ പശ്ചാത്തലം ഇടതുപക്ഷ പശ്ചാത്തലമല്ല. അൻവർ വന്ന വഴിയുണ്ട്. അൻവർ വന്ന വഴി കോൺഗ്രസിൻ്റെ വഴിയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. ശരിയാണെന്ന് ഞാൻ പഴയ കോൺഗ്രസ്സുകാരനല്ലേ? എന്താ തർക്കം? ഞാൻ പഴയ കോൺഗ്രസ് ആണല്ലോ. EMS ആരായിരുന്നു? വന്നിട്ട് KPCC സെക്രട്ടറി EMS അല്ലേ? EMS എങ്ങനെയാണ് സഖാവ് EMS ആയത്? എങ്ങനെയായി? അപ്പം ഞാൻ പഴയ കോൺഗ്രസ്സാ. SP സുജിദാസുമായുള്ള സ്വകാര്യ ഫോൺ സംഭാഷണം പുറത്തുവിട്ട അൻവറിന്റെ നടപടിയെയും മുഖ്യമന്ത്രി തള്ളി. പൊതുപ്രവർത്തകർ കാത്തുസൂക്ഷിക്കേണ്ട മര്യാദ അൻവർ പാലിച്ചില്ല എന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. എന്നാൽ ഫോൺ സംഭാഷണം പുറത്തുവിടാതെ മറ്റ് മാർഗമില്ലായിരുന്നു എന്നാണ് PV അൻവറിന്റെ വിശദീകരണം. അദ്ദേഹവുമായി സംസാരിച്ച കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള വിവരങ്ങളടക്കം പരസ്യമായിട്ട് വരുന്നു, ചാനലുകളിൽ വരുന്നു. അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനായിട്ട് അൻവർ മാറുന്നു. നിങ്ങളാരെങ്കിലും കാണിക്കും അങ്ങനെ? നമ്മൾ ആരുമായിട്ടല്ല സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യലാണോ സാധാരണഗതിയിൽ ഒരു പൊതുപ്രവർത്തകൻ? പക്ഷേ ആ കാര്യങ്ങൾ അദ്ദേഹം റെക്കോർഡ് ചെയ്ത് പരസ്യമായിട്ട് കാണിക്കുന്നു. ഈ ഫോൺ കോള് നിങ്ങളിലേക്ക്, ഞാൻ ജനങ്ങളിലേക്ക് കൈമാറുന്ന അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ചെറ്റത്തരമാണിത്. നിങ്ങളൊക്കെ കേട്ടതാണല്ലോ. അപ്പം ഞാൻ തന്നെ പറഞ്ഞാണ് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ചെറ്റത്തരാണ്. അന്ന് ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇത് പുറത്ത് വിടുകയല്ലാതെ എനിക്ക് രക്ഷയില്ല. തൃശൂർ പൂരം അലങ്കോലമായതിൽ റിപ്പോർട്ട് സമർപ്പിച്ച് ADGP MR അജിത് കുമാർ സംസ്ഥാന പോലീസ് മേധാവിക്കാണ് റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ട് DGP മുഖ്യമന്ത്രിക്ക് കൈമാറും. AV ജയശങ്കർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, വലിയ വിവാദം ഉണ്ടായ വിഷയമാണ്. CPI പരസ്യമായി അതൃപ്തി പരസ്യമായി പറഞ്ഞതാണ്. അതിനിടയിൽ ഈ റിപ്പോർട്ട് പോലീസ് സമർപ്പിക്കുന്നത് DGP വഴി മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നു. വിശദാംശങ്ങൾ ജയശങ്കർ. അതായത് ഇന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന സംസ്ഥാന പോലീസ് മേധാവിയുടെ കർശന നിർദ്ദേശത്തിന് പിന്നാലെയാണ് വൈകിട്ടോടുകൂടി ADGP MR അജിത് കുമാർ സംസ്ഥാന പോലീസ് മേധാവിക്ക് തൃശൂർ പൂരം അലങ്കോലമാക്കിയതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കൈമാറിയത്. എന്തായാലും ഈ റിപ്പോർട്ട് നിലവിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിലുണ്ട്. നാളെ തന്നെ ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. 24 മുമ്പ് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചതായി ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും സംസ്ഥാന പോലീസ് മേധാവിയുടെ പക്കലുള്ള ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയതിനു ശേഷമായിരിക്കും ഈ റിപ്പോർട്ടിലുള്ള നടപടിക്രമങ്ങൾ മുഖ്യമന്ത്രി തീരുമാനിക്കുക. എന്തായാലും ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം സംബന്ധിച്ച വിവരങ്ങൾ
ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഏതൊക്കെ തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രി പരിശോധിച്ചതിന് ശേഷമാകും ഉണ്ടാകുക. എന്തായാലും നിലവിൽ നിർണായകമായി ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. സംസ്ഥാന പോലീസ് മേധാവിയുടെ കയ്യിൽ ഈ റിപ്പോർട്ട് ഉണ്ട്. എന്തായാലും വലിയ വിമർശനങ്ങളാണ് CPI ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയത്. കഴിഞ്ഞ ദിവസം ഒരു വിവരാവകാശം പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങൾ നൽകിയതിന് സംസ്ഥാന പോലീസ് ആസ്ഥാനത്തെ വിവരാവകാശ ചുമതലയുള്ള DYSPയെ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് സസ്പെൻഡ് ചെയ്തിരുന്നു. അത്തരത്തിൽ വലിയ വിവാദങ്ങൾക്കിടെയാണ് ഈ തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് DGPക്ക് മുമ്പിൽ എത്തുന്നത്. എന്തായാലും ഈ റിപ്പോർട്ട് നാളെയോടെ തന്നെ മുഖ്യമന്ത്രി പരിശോധിച്ച് അടിയന്തര നടപടി സ്വീകരിക്കുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ശരി, AV ജയശങ്കർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. എന്താണ് ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്നുള്ളതാണ് പ്രധാനം. മുഖ്യമന്ത്രിക്ക് മുമ്പിലേക്ക് ആ റിപ്പോർട്ട് എത്താൻ പോവുകയാണ്. വയനാട്ടിൽ നവജാത ശിശുവിന്റെ കൊലപാതകത്തിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു. കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നും അതിനുശേഷം ബാഗിലാക്കി കുഴിച്ചുമൂടിയെന്നും ചോദ്യം ചെയ്യലിൽ പ്രതികൾ സമ്മതിച്ചു. സംഭവത്തിൽ നേപ്പാൾ സ്വദേശികളായ മഞ്ജു, ഭർത്താവ് അമർ, മകൻ റോഷൻ എന്നിവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുകയാണ്. സുർജിത്ത്, പ്രതികൾ കുറ്റം സമ്മതിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. വലിയ ക്രൂരതയാണ്, കൊടും ക്രൂരതയാണ് നടന്നിരിക്കുന്നത്. എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് സുർജിത്ത്? റീജിത, നേപ്പാൾ സെമിൻപൂൾ ജില്ലയിലെ പാർവതി നൽകിയ പരാതിയിലാണ് ഭർത്താവ് റോഷൻ, അമ്മ മഞ്ജു, അച്ഛൻ അമർ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രസവിച്ച പിറ്റേ ദിവസമാണ് 3 പേരും ചേർന്ന് ആൺകുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്നായിരുന്നു പരാതി. ചോദ്യം ചെയ്യൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു. 7ാം മാസത്തിലാണ് പാർവതി ഇവർ ജോലി ചെയ്തിരുന്ന ഹോട്ടൽ മുറിയിൽ പ്രസവിച്ചത്. പ്രസവിക്കാനായി മഞ്ജു മരുന്ന് നൽകിയതായും പരാതിയുണ്ട്. ഒരു ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ പ്രതികൾ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ശേഷം ബാഗിൽ ആക്കി കുഴിച്ചു മൂടിയെന്ന് പ്രതികൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ മൃതദേഹം എവിടെയെന്ന് ഇതുവരെ വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല. മാസങ്ങളായി കുടുംബം പള്ളിത്താഴെയുള്ള ഹോട്ടലിലാണ് ശുചീകരണ തൊഴിലാളികളെ ജോലി ചെയ്തു വരികയായിരുന്നു ഈ നേപ്പാളി കുടുംബം. പാർവതി ശുചിമുറിയിലേക്ക് പോയ സമയത്താണ് പ്രതികൾ കുഞ്ഞിനെ കടത്തുകയായിരുന്നു എന്നുള്ള മൊഴിയാണ് ലഭ്യമായിട്ടുള്ളത്. കുഞ്ഞിന്റെ മൃതദേഹത്തിനായി പോലീസിന്റെ തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രതികളെ മാനന്തവാടി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ പോലീസ് നൽകുന്നുണ്ട്. ശ്രീജിത്ത്. ശരി, സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതാശ്വാസ കണക്ക് വിവാദത്തിൽ മാധ്യമങ്ങളെയും പ്രതിപക്ഷത്തെയും രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വ്യാജ വാർത്തകൾക്ക് പിന്നിൽ കേരളത്തെ തകർക്കാനുള്ള അജണ്ടയാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഭീഷണിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. 1 മണിക്കൂർ 40 മിനിറ്റ് നീണ്ട മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ആദ്യ 55 മിനിറ്റും മാധ്യമ വിമർശനം. ഉരുൾപൊട്ടൽ ദുരിതാശ്വാസ കണക്കുമായി ബന്ധപ്പെട്ട വിവിധ ചാനലുകളിലും പത്രങ്ങളിലും വന്ന തലക്കെട്ടുകൾ വായിച്ച മുഖ്യമന്ത്രി കണക്കുകൾ നിരത്തി മറുപടി നൽകി. കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച മെമ്മോറാണ്ടത്തിലെ കണക്കുകൾ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചു. കേന്ദ്ര സഹായം കേരളത്തിന് കിട്ടരുതെന്ന ദുഷ്ടലാക്കാണ് പ്രചരണത്തിന് പിന്നിലെന്നും മുഖ്യമന്ത്രി. ഇപ്പോൾ പിന്തുണ തകർക്കുക, സഹായം തടയുക, ഈ അജണ്ടയാണ് ഇപ്പോൾ പുറത്തു വന്ന വ്യാജ വാർത്തക്ക് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് വേണം കരുതാൻ. വ്യാജ വാർത്തകൾ കൊടുത്ത മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി ഉൾപ്പെടെ ആലോചിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി. ഏത് വിധേനയും സംസ്ഥാന സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം നേടുന്ന ത്വരയിൽ ദുരന്തത്തിൻ്റെ ഇരകളായ മനുഷ്യരെയാണ് ദ്രോഹിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാവണം. വ്യാജ വാർത്തയുടെ പേരിലാണെങ്കിൽ ആദ്യം കേസെടുക്കേണ്ടത് ദേശാഭിമാനിക്കെതിരെ എന്ന പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. വ്യാജ വാർത്തകൾ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ള ആരോപണമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത്. വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചതിന് കേരളത്തിൽ കേസെടുക്കണമെങ്കിൽ ആദ്യം കേസെടുക്കേണ്ടത് ദേശാഭിമാനി പത്രത്തിനെതിരായിട്ടാണ്. കെവിൻ വധം, AKG സെന്റർ ആക്രമണം എന്നിങ്ങനെ പല സംഭവങ്ങളിലും മാധ്യമങ്ങൾ തെറ്റായ വാർത്ത നൽകിയിട്ടുണ്ടെന്നും ചില മാധ്യമങ്ങൾ മാത്രമാണ് തെറ്റ് മനസ്സിലാക്കുമ്പോൾ തിരുത്താൻ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 24 തിരുവനന്തപുരം. ഡൽഹി മുഖ്യമന്ത്രിയായി അതിഷി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റു. അതിഷിക്കൊപ്പം 5 മന്ത്രിമാർ ചുമതലയേറ്റു. ഡൽഹി രാജ്നിവാസിൽ നടന്ന ചടങ്ങിൽ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആം ആദ്മി പാർട്ടി നേതാക്കൾ പങ്കെടുത്തു. ആം ആദ്മി പാർട്ടിയുടെ ആദ്യ വനിതാ മുഖ്യമന്ത്രി 43-കാരിയായ അതിഷി ഡൽഹിയിൽ മുഖ്യമന്ത്രിയാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. വൈകിട്ട് 4:30 രാജ്നിവാസിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയിൽ നിന്നും അതിഷി സത്യവാചകം ഏറ്റുചൊല്ലി. मैं भय या पक्षपात, अनुराग या द्वेष के बिना सभी प्रकार के लोगों के प्रति संविधान और विधि के अनुसार न्याय करूंगी.
മന്ത്രിസഭയിലെ പുതിയ മന്ത്രിയായി മുകേഷ് അഹ്ലാവത്ത് സത്യപ്രതിജ്ഞ ചെയ്തു. സൗരഭ് ഭരദ്വാജ്, കൈലാഷ് ഗെഹ്ലോട്ട്, ഗോപാൽ റായി, ഇമ്രാൻ ഹുസൈൻ എന്നിവർ മന്ത്രിസഭയിൽ തുടരും. അരവിന്ദ് കെജ്രിവാളിന്റെ മാർഗനിർദ്ദേശത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി അതിഷി. उन्होंने मुझ पर भरोसा किया और मुझे इतनी बड़ी जिम्मेदारी सौंपी, दिल्ली के लोगों की देखरेख की जिम्मेदारी सौंपी. മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ആം ആദ്മി പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ രാജ്നിവാസിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. അതിഷിയുടെ മാതാപിതാക്കളായ തൃപ്ത വാഹിയും വിജയ് സിംഗും സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയിരുന്നു. ഡൽഹിയെ ഇനി അതിഷി നയിക്കും. സുഷമ സ്വരാജിനും ഷീലാ ദീക്ഷിതിനും ശേഷം ഡൽഹിയിലെ മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രി. വിനീത വിജി, 24, ഡൽഹി. ശിരൂരിൽ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. കണ്ടെത്തിയ ലോറിയുടെ ഭാഗങ്ങൾ അർജുന്റെ ലോറിയുടേതല്ല എന്ന് ഉടമ മനാഫ് സ്ഥിരീകരിച്ചു. കണ്ടെത്തിയത് പഴയ ലോറിയുടെ ഭാഗമാണ്. അർജുന്റെ ലോറിയുടെ ഡിസ്കും ആക്സിൽ ഭാഗവും കറുത്ത കളറിലുള്ളതാണ്. രണ്ടാമത് കണ്ടെത്തിയത് ടാറ്റ ലോറിയുടെ ഭാഗം. ടാങ്കറാണോ എന്ന് സംശയമുണ്ടെന്നും മനാഫ് പറഞ്ഞു. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിലിലും ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിൽ നദിക്കടിയിലെ പരിശോധനയും ആണ് നിർണായകമായത്. നാളെ തിരച്ചിൽ വീണ്ടും തുടരും. ശിരൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഷിരൂർ ദൗത്യത്തിൽ കഴിഞ്ഞ 2 മാസത്തിനിടെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകിയ ഒരു ദിവസമായിരുന്നു ഇന്ന്. രാവിലെ ഡ്രഡ്ജർ ഉപയോഗിച്ച് തെരച്ചിൽ ആരംഭിച്ചു. പക്ഷേ 11 മണിയോടെ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നു. അതിനുശേഷം ഈശ്വർ മാൽപ്പെ ഗംഗാവലി പുഴയിൽ അടിത്തട്ടിൽ വിശദമായുള്ള തെരച്ചിൽ നടത്തി. 2 സ്പോട്ടുകളിലായി ഈ ലോറിയുടെ സാന്നിധ്യം അദ്ദേഹം കണ്ടെത്തി. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട വിവരം ജില്ലാ ഭരണകൂടത്തെ അറിയിക്കുകയും ജില്ലാ പോലീസ് മേധാവിയും കാർവാർ MLA ഉൾപ്പെടെ ഇവിടെ ഈ ദൗത്യമേഖലയിലേക്ക് ഉടൻ എത്തിച്ചേർന്ന് അത് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. അതായത് ഈ ഡ്രഡ്ജറിലുള്ള ക്രെയിൻ ഉപയോഗിച്ച് അതിലെ ഇരുമ്പ് പടവും ഉപയോഗിച്ച് ആദ്യ സ്പോട്ടിൽ, അതായത് ഈശ്വർ മാൽപ്പെ പുഴക്കടിത്തട്ടിൽ ലോറിയുടെ സാന്നിധ്യം, ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ആദ്യ സ്പോട്ടിൽ ഇത് ഉയർത്താനുള്ള ശ്രമങ്ങൾ നടത്തി. അതിൽ 2 ടയറുകളാണ് കണ്ടെത്തിയത്. പക്ഷേ ആ 2 ടയറുകളും ഈ അർജുൻ ഓടിച്ച ലോറിയുടേതല്ല എന്ന് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് 2ാമത്തെ സ്പോട്ടിലും വാഹനത്തിന്റെ ഭാഗം ഉയർത്തി. പക്ഷേ അതും ഈ അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടേതല്ല എന്ന് മനാഫ് സ്ഥിരീകരിച്ചതോടെ ഏറെ പ്രതീക്ഷ നൽകിയ ദിനത്തിൽ ഒടുവിൽ അത് നിരാശയോടെ അവസാനിക്കുകയും ചെയ്തു. എന്നാൽ ദൗത്യം നാളെയും തുടരും. നാളെ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്തുള്ള തെരച്ചിലായിരിക്കും പ്രധാനമായും ഉണ്ടാവുക. ഇന്ന് തെരച്ചിലിനൊടുവിൽ അർജുന്റെ കുടുംബം പ്രധാനമായും ആവശ്യപ്പെട്ടത് ഈ നാവികസേന അടയാളപ്പെടുത്തിയിട്ടുള്ള കോണ്ടാക്ട് നമ്പർ 4-ൽ വിശദമായി ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്ത് തെരച്ചിൽ നടത്തണം. അവിടെ ആയിരിക്കും ഈ ലോറി ഉണ്ടാവാൻ കൂടുതൽ സാധ്യതയുള്ളത് എന്നതാണ് അർജുന്റെ കുടുംബം ഉൾപ്പെടെ ആവശ്യപ്പെട്ടത്. നാളെ എന്തായാലും ഈ നാവികസേന അടയാളപ്പെടുത്തിയിട്ടുള്ള ആ ഭാഗത്ത് 30 മീറ്റർ ചുറ്റളവിലായിരിക്കും മണ്ണ് നീക്കം ചെയ്തുള്ള തെരച്ചിൽ നടക്കുക. ഡ്രഡ്ജർ ഉപയോഗിച്ച് രാവിലെ 8 മണിയോടെ തന്നെ തെരച്ചിൽ ആരംഭിക്കും. അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപ്പയും നാളെ ദൗത്യം തുടരും. ഈശ്വർ മാൽപ്പെ പുഴയിലിറങ്ങി അടിത്തട്ടിലിറങ്ങിയുള്ള പരിശോധന നാളെയും തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട്. മലയാള സിനിമയിലെ അമ്മമുഖം കവിയൂർ പൊന്നമ്മ ഇനി ഓർമ്മ. ആലുവ കരുമാലൂരിലെ വീട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി ഉൾപ്പെടെ സിനിമാ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ കവിയൂർ പൊന്നമ്മയെ അവസാനമായി കാണാനെത്തി. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി പി രാജീവ് അന്തിമോപചാരം അർപ്പിച്ചു. അമ്മ കഥാപാത്രങ്ങൾ അനശ്വരമാക്കിയ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവിയൂർ പൊന്നമ്മയ്ക്ക് നാട് വിട ചൊല്ലി. പൊന്നമ്മയ്ക്ക് ഏറെ ഇഷ്ടമായിരുന്ന ആലുവ കരുമാലൂരിലെ ശ്രീപീഠം വീട്ടുവളപ്പിലായിരുന്നു അന്ത്യയാത്രയ്ക്കായി ചിതയൊരുക്കിയത്. സഹോദരനാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങ്. രണ്ട് ദിവസം മുമ്പ് അമേരിക്കയിലേക്ക് മടങ്ങിയ മകൾക്ക് സംസ്കാര ചടങ്ങിന് എത്താനായില്ല. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച മന്ത്രി പി രാജീവ് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. കവിയൂർ പൊന്നമ്മയെ അവസാനമായി ഒരു നോക്കു കാണാൻ പൊതുദർശനം നടന്ന കളമശ്ശേരി ടൗൺ ഹാളിൽ ആയിരങ്ങൾ ഒഴുകിയെത്തി. രാവിലെ 9 മുതൽ 12 മണി വരെയായിരുന്നു പൊതുദർശനം. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി,
സിദ്ദിഖ്, ജോഷി, സത്യനന്ദിക്കാട് എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു. വിട പറഞ്ഞത് മലയാളികളുടെ അമ്മ മുഖമെന്ന സിനിമാ ലോകം. മലയാള സിനിമയ്ക്ക് ഒരു വലിയ നഷ്ടം, പകരം വെക്കാനില്ലാത്ത ഒരു അഭിനേത്രി, പകരം വെക്കാനില്ലാത്ത ഒരു അമ്മയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. കുടുംബത്തിലെ ഒരു അംഗം നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി എന്ന് ആയുസ്സെത്തിയാൽ പോകണം എന്നുള്ളത് അതൊരു നിയമമാണ്. അപ്പോൾ അത് നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മന്ത്രി PA മുഹമ്മദ് റിയാസ് എന്നിവരും ആദരാഞ്ജലികൾ അർപ്പിച്ചു. ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. കൊച്ചി. മുതിർന്ന CPM നേതാവ് MM ലോറൻസ് അന്തരിച്ചു. 94 വയസ്സായിരുന്നു. കൊച്ചിയിലെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. മൃതദേഹം തിങ്കളാഴ്ച രാവിലെ ആശുപത്രിയിൽ നിന്ന് ഗാന്ധിനഗറിലുള്ള വീട്ടിലും പിന്നീട് ലെനിൻ സെന്ററിലും എത്തിക്കും. എറണാകുളം ടൗൺ ഹാളിലാണ് പൊതുദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് മൃതദേഹം എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് കൈമാറും. CPM മുൻ കേന്ദ്ര കമ്മിറ്റി അംഗമായ MM ലോറൻസ് അടിസ്ഥാന തൊഴിലാളി വർഗത്തെ സംഘടിപ്പിച്ചതിൽ പ്രധാനിയാണ്. 1980 ഇടുക്കിയിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. വാർത്താമഴ പൂർത്തിയാവുകയാണ്. ഇനി